സാംസങ്ങിന്റെ സാംസങ് ടാബ് S9 സീരീസ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ് ടാബ് S9 സീരീസിൽ 3 ടാബുകൾ വരുന്നുണ്ട്. സാംസങ് ടാബ് S9, സാംസങ് ടാബ് S9 പ്ലസ്, അതുപോലെ തന്നെ സാംസങ് ടാബ് S9 അൾട്രയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് S9 സീരീസിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് ടാബ് S9ൽ 11 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. S9 പ്ലസിൽ 12.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. S9 അൾട്രയിൽ 14.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഈ 3 ടാബുകളിലും ഡൈനാമിക് അമോലെഡ് 2x ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 3 ടാബുകളിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 ടാബുകളിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ 3 ടാബുകളിലും വരുന്നുണ്ട്. ടാബ് S9ന്റെ വെയിറ്റ് വരുന്നത് 498 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.9 mm ആണ്. ടാബ് S9 പ്ലസിന്റെ തിക്നെസ് വരുന്നത് 5.7 mm ആണ്. വെയിറ്റ് വരുന്നത് 581 ഗ്രാമാണ്. ടാബ് S9 അൾട്രയുടെ വെയിറ്റ് വരുന്നത് 232 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.5 mm ആണ്. പിന്നെ ഈ 3 ടാബുകളിലും S പെന്നിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടാബുകളിലും IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ടാബുകൾ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3 ടാബുകളിലും സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗണിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന വളരെ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ 3 ടാബുകളിലും വരുന്നതായിരിക്കും. പിന്നെ 3 ടാബുകളിലും വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 5G സിം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ഇതിൽ ടാബ് S9ൽ ബേസ് വേരിയന്റ് 8GB റാമും 128GB ഇന്റർണലാണ് വരുന്നത്. 12GB റാമും 256GB ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ടാബ് S9 പ്ലസിൽ 12GB റാമും 256GB ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വെർഷനേ വരുന്നുള്ളൂ. ടാബ് S9 അൾട്രയിൽ 12GB റാമും 256GB ഇന്റർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഈ എല്ലാ വെർഷൻസിലും വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചറൊക്കെ ഈ 3 ടാബുകളിലും വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ AKG ട്യൂൺ ചെയ്തിട്ടുള്ള ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബുകളിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഈ ടാബുകളിൽ വരുന്നത്. ടാബുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബ് S9ന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 13 മെഗാപിക്സൽ സെൻസർ ടാബിന്റെ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ടാബ് S9 പ്ലസിലും അതുപോലെ തന്നെ S9 അൾട്രയിലും ടാബിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 8 മെഗാപിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബ് S9ലും അതുപോലെ തന്നെ S9 പ്ലസിലും ഫ്രണ്ടിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഫോണുകളിലും 12 മെഗാപിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. S9 അൾട്രയിൽ ഫോണിന്റെ ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 12 മെഗാപിക്സൽ ഒരു സെൻസറും അതുപോലെ തന്നെ 12 മെഗാപിക്സൽ മറ്റൊരു സെൻസറും ഇതിൽ വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബ് S9ൽ 8400 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. S9 പ്ലസിൽ 10090 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. S9 അൾട്രയിൽ 11200 mAhന്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ടാബുകളിൽ വരുന്നുണ്ട്. ഈ 3 ടാബുകളിലും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബ് S9ന്റെ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 72,999 രൂപയാണ്. ഈ ഒരു വെർഷന്റെ 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 85,999 രൂപയാണ്. പിന്നെ 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെർഷന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 83,999 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 96,999 രൂപയാണ്. പിന്നെ ഈ ഒരു ടാബ് പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ബാങ്ക് ഓഫേഴ്സ് ആണ്. പിന്നെ അതുകൂടാതെ 5,000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ടാബ് S9 പ്ലസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിന്റെ 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 90,999 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 1,04,999 രൂപയാണ്. പിന്നെ ഈ ഒരു ടാബ് പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. 11,000 രൂപയുടെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7,000 രൂപയുടെ വരെ എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ടാബ് S9 അൾട്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 1,08,999 രൂപയാണ്.
5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 1,22,999 രൂപയാണ്. പിന്നെ ടാബ് S9 അൾട്രയുടെ 12GB RAM 512GB ഇൻറ്റേർണൽ വെർഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 1,19,999 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് 1,33,999 രൂപയാണ്. പിന്നെ പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. 12,000 രൂപയുടെ വരെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8,000 രൂപയുടെ ഓഫ് വരെ ലഭിക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് 11 മുതലാണ് ടാബിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ടാബുകളിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്, അത്യാവശ്യം നല്ല വിലയും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.